विद्या काउंसिल फॉर एजुकेशन सरल हिंदी 7th स्टैंडर्ड इकाई 1 അതിലെ രണ്ടാമത്തെ പത്ര ഭഗത് സിംഗ് का എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പത്ര ഭഗത് സിംഗ് का സെൻട്രൽ ജയിൽ ലാഹോർ 3 മാർച്ച് 1931. ഭഗത് സിംഗിൻ്റെ കത്ത്, പത്ര എന്ന് പറഞ്ഞാൽ കത്ത്. ഒരു കത്ത് എഴുതുന്ന സമയത്ത് മുകളിൽ സ്ഥലവും അതേപോലെ ഡേറ്റും എഴുതാറുണ്ട്. അതാണ് സെൻട്രൽ ജയിൽ ലാഹോർ 3 മാർച്ച് 1931 1931 എന്ന് എഴുതിയിരിക്കുന്നത്. ആദ്യ സെൻറ്റൻസ്, പ്രിയ ഭായി കുൽബീർ സിംഗ് ജി, പ്രിയ ഭായി മൈ ഡിയർ ബ്രദർ കുൽബീർ സിംഗ്, मुझे यह जानकर दुख हुआ कि एक दिन तुम माँ जी को साथ लेकर आए और मुलाकात का आदेश नहीं मिलने से निराश होकर वापस लौट गए. ഇതാണ് ആദ്യ സെൻറ്റൻസ്. കുട്ടികളെല്ലാവരും ഒന്ന് വായിച്ച് നോക്കണം. മുജെ എനിക്ക്, യഹ് ജാൻകർ ഇത് അറിഞ്ഞിട്ട്, ദുഃഖ് ഹുവ പ്രയാസമുണ്ടായി, വിഷമമുണ്ടായി, കി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അതായത്, അറിഞ്ഞത് എന്താണ്, ഏക് ദിൻ ഒരു ദിവസം, തും നീ, മാംജി, മാജി എന്ന് പറഞ്ഞാൽ അമ്മ. ഇവിടെ ജി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ്, ഉപചാരപൂർവ്വമാണ് മാജി എന്ന് പറഞ്ഞിരിക്കുന്നത്. മാജിക്കോ സാത്ത് അമ്മയെയും കൊണ്ട്, മാജിക്കോ സാത്ത് ലേക്കർ അമ്മയെ കൂടെ കൊണ്ടുവന്നു, ആയെ സാത്ത് ലേക്കർ ആയെ, और मुलाकात का आदेश नहीं मिलने से, और എന്ന് പറഞ്ഞാൽ ആൻഡ്, മുലാഖാത്ത് का ആദേശ് മീറ്റ് ചെയ്യാനുള്ള ഓർഡർ. മുലാഖാത്ത് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യുക. അത് ജയിലിലാണ് നമ്മുടെ ഭഗത് സിംഗ് ഉള്ളത്. ഭഗത് സിംഗിൻ്റെ ബ്രദർ കുൽബീറും കുൽബീറിൻ്റെ അമ്മയും കൂടി ഭഗത് സിംഗിനെ കാണാൻ വന്ന സമയത്ത് ജയിലിൽ നിന്ന് അവർക്ക് കാണാനുള്ള ഓർഡർ കിട്ടിയില്ല. നെഹി മിൽനെ സെ കിട്ടാതിരുന്നത് മൂലം, മിൽന കിട്ടുക, നെഹി മിൽന കിട്ടാതിരിക്കുക, നെഹി മിൽനേസെ നിരാശ, അതിൽ നിരാശനായിക്കൊണ്ട്, നിരാശ ഹോക്കർ വാപ്പസ് ലൗട്ട് ഗയെ തിരികെ പോയി. അപ്പം അമ്മയെയും കൊണ്ട് എന്നെ കാണാൻ വേണ്ടി സെൻട്രൽ ജയിലിൽ വന്നിട്ട് അവിടുന്ന് കാണാനുള്ള അനുവാദം കിട്ടാതെ തിരിച്ചു പോകേണ്ടി വന്ന വിവരം അറിഞ്ഞിട്ട് എനിക്ക് വളരെ വിഷമമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ 68-ാമത്തെ പേജിൽ ശബ്ദാർത്ഥ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന സെൻറ്റൻസിലെ ഒരു പുതിയ വേർഡ് ആദേശ് എന്നാണ്. അതിൻ്റെ മീനിങ് ഓർഡർ. അത് നിങ്ങൾക്ക് പുസ്തകത്തിൻ്റെ 68-ാമത്തെ പേജിൽ നോക്കിയാൽ കാണാം. അടുത്ത സെൻറ്റൻസ്, തുമേ തോ പതാ ചൽ ചുകാ താ കി ജയിൽ മേ മുലാഖാത്ത് കി ഇജാസത്ത് നഹി ദേത്തെ. വളരെ ലളിതമായ ഒരു സെൻറ്റൻസാണിത്. തുമേ തോ പതാ ചൽ ചുകാത്ത, നിനക്ക് നേരത്തെ അറിയാമല്ലോ. പാസ്റ്റ് ടെൻസിൽ ആണിത് ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂതകാലത്തിലാണ് ഈ സെൻറ്റൻസ്. തുമേ തോ പതാ ചൽ ചുകാത്ത, നിനക്ക് നേരത്തെ അറിയാമല്ലോ. കി, കി എന്നുള്ളത് നേരത്തെ സെൻറ്റൻസിലും പറഞ്ഞതാണ്. മുജേ യഹ് ജാൻകർ ദുഃഖ് ഹുവാ കി. അപ്പോൾ കി എന്ന് പറഞ്ഞാൽ അതായത്. എന്താണ് നിനക്ക് നേരത്തെ അറിയാവുന്നത്? ജയിൽ മേ, ജയിലിൽ, മുലാഖാത്ത് കി ഇജാസത്ത്, അതായത് മുലാഖാത്തിലുള്ള, മുലാഖാത്ത് നമ്മൾ നേരത്തെ പഠിച്ച സെൻറ്റൻസിലുണ്ട്, അതായത് മീറ്റിംഗ്, കൂടിക്കാഴ്ച, കാണുവാനുള്ള അനുവാദം. ഇജാസത്ത് മീനിങ് അനുവാദം, നെഹി ദേത്തെ നൽകാറില്ല. അപ്പോൾ ജയിലിൽ മുലാഖാത്തിനുള്ള, മീറ്റ് ചെയ്യാനുള്ള അനുവാദം നൽകാറില്ല എന്നുള്ളത് നിനക്ക് നേരത്തെ അറിയാമല്ലോ. ശബ്ദാർത്ഥത്തിൽ ഈ സെൻറ്റൻസിലുള്ള പുതിയ വേർഡ് ഇജാസത്ത് എന്നാണ്, പെർമിഷൻ. ഇപ്പോൾ സ്റ്റുഡൻറ്റ്, ഞാനിപ്പോൾ 2 ചോദ്യം ചോദിക്കുകയാണ്. നമ്മളിതിൽ 2 ന്യൂ വേർഡാണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് ആദേശ്, മറ്റൊന്ന് ഇജാസത്ത്. എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആദേശ്? ഓർഡർ. മുലാഖാത്ത് മീറ്റിംഗ്. മറ്റൊന്ന് ഇജാസത്ത് പെർമിഷൻ. യെസ്. അപ്പോൾ വളരെ ലളിതമായ 2 സെൻറ്റൻസാണ് ഇപ്പോൾ നിങ്ങൾ പഠിച്ചത്. തേർഡ് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. ഫിർ
മാഞ്ചി കോ സാത്ത് ക്യോ ലായേ. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ, എന്നിട്ട്. മാംജി ഞാൻ നേരത്തെ പറഞ്ഞു, മാം ജി എന്തിനാ ജി ഉപയോഗിക്കുന്നത്? റെസ്പെക്റ്റിന് വേണ്ടിയിട്ടാണ്. അത് ഹിന്ദിയിൽ അങ്ങനെയാണ് എല്ലാവരും വിളിക്കുക, പിതാജി, മാതാജി, ബായി. ബായിനെ നേരത്തെ കുൽബീർ സിംഗ് ജി എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇന്ത്യയുടെ ഒരു ശൈലിയാണ്. ഇപ്പോൾ ഫിർ എന്നിട്ടും, അതായത് നിനക്ക് അറിഞ്ഞിട്ടും, മാഞ്ചി കോ സാത്ത് മാഞ്ചിയെ അതായത് അമ്മയെ കൂടെ ക്യോ ലായേ എന്തിന് കൊണ്ടുവന്നു. വൈ ഡിഡ് യു ബ്രിങ് എന്നാണ് അതിൻ്റെ മീനിങ്. എന്തിനാണ് നീ മാതാജിയെ കൊണ്ടുവന്നത് എന്ന്. അടുത്ത സെൻറ്റൻസ്, മേ ജാൻതാ ഹൂ കി ഇസ് സമയ വേ ബഹുത് ഗബരായി ഹുയി ഹേ. മേ ജാൻതാ ഹും എന്ന് പറഞ്ഞാൽ ഐ നോ. മൈ കർത്താവായി വന്നതുകൊണ്ടാണ് ഇവിടെ ഹും എന്ന് പറഞ്ഞത്. മേ ജാൻതാ ഹും കി. എന്താ കീൻ്റെ മീനിങ്? നേരത്തെ 2 തവണ വന്നു കി എന്നുള്ളത്. എന്താ കി എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ്, അതായത്. എന്താണത്? ഇസ് സമയ, ദിസ് ടൈം, ഈ സമയത്ത്. വേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് മീനിങ്. ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്, പ്ലൂരലായിട്ട്. അങ്ങനെ ഉപയോഗിക്കാൻ കാരണം എന്താണ്? മാതാജിയെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഹിന്ദിയിൽ പറയുന്നത് വഹ് എന്ന് പറയരുത്, ഷി എന്ന് പറയരുത്, വേ എന്നാണ് പറയുന്നത്. അപ്പോൾ വേ ബഹുത്ത് ഗബരായി ഹുയി, അവർക്ക് എന്ത് വന്നിട്ടുണ്ടാവും? വളരെയധികം വിഷമം വന്നിട്ടുണ്ടാവും. ഗബരായി എന്ന് പറഞ്ഞാൽ നെർവസ്നെസ് എന്നാണ് ഗബരാഹട്ടിൻ്റെ മീനിങ്. ഇവിടെ ഗബരായി ഹുയി എന്ന് പറഞ്ഞാൽ അത് അജക്റ്റീവായിട്ട് ഉപയോഗിച്ചതാണ്. അവർക്ക് വളരെയധികം നെർവസ്നെസ്, വിഷമം വന്നിട്ടുണ്ടാവും എന്നാണ് ആ സെൻറ്റൻസിൽ പറയുന്നത്. ശേഷം പറയുന്നു ലേക്കിൻ, എന്നാൽ. ഇസ് ഗബരാഹട്ട് ഓർ പരേഷാനി കാ ക്യാ ഫായിദ. ലേക്കിൻ എന്നാൽ, ഇസ് ഗബരാഹട്ട് ഈ നെർവസ്നെസ്സും, ഓർ പരേഷാനി എന്ന് പറഞ്ഞാൽ എന്താണ്? പരേഷാനി എന്ന് പറഞ്ഞാൽ ട്രബിൾ. അതും ഇവിടെ ശബ്ദാർത്ഥത്തിൽ പറയുന്നുണ്ട്. പരേഷാനി, ട്രബിൾ എന്ന് പറയുന്നു. ഗബരാഹട്ട് നെർവസ്നെസ്. അപ്പോൾ ഈ നെർവസ്നെസ് കൊണ്ടും ഈ ട്രബിൾ കൊണ്ടും ക്യാ ഫായിദ, എന്താണ് പ്രയോജനം? ഫായിദ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ബെനിഫിറ്റ്. എന്ത് ബെനിഫിറ്റ് ചെയ്തുകൊണ്ടുള്ളത്? അങ്ങനെ വിഷമിച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നാണ്. എന്താണ് ഗബരാഹട്ടിൻ്റെ മീനിങ്? പറയൂ. ഗബരാഹട്ട് നെർവസ്നെസ്. മറ്റൊരു വേർഡ് എന്താ ഇവിടെ പഠിച്ചത്? പരേഷാനി എന്ന് പറഞ്ഞാൽ ട്രബിൾ. അടുത്ത സെൻറ്റൻസ് നോക്കാം നമുക്ക്. नुकसान ज़रूर है क्योंकि जब से मुझे पता चला कि वे बहुत रो रही है मैं स्वयं भी बेचैन हो रहा हूँ. नुकसान ज़रूर है. नुकसान എന്ന് പറഞ്ഞാൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നഷ്ടം. നുക്സാൻ ജരൂർ ഹെ, എന്തായാലും നഷ്ടമുണ്ടാകും, എന്തായാലും. ജരൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും. ക്യോങ്കി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ. जब से मुझे पता चला कि वो बहुत रो रही है मैं स्वयं भी बेचैन हो रहा है. എപ്പോൾ അവർ, ജബ്സെ മുജെ പതാ ചല, എനിക്കെപ്പോൾ വിവരം കിട്ടിയോ, അല്ലെങ്കിൽ ഞാൻ എപ്പോൾ അറിഞ്ഞോ. പതാ ചല മീൻസ് അറിയുക. നോ എന്നുള്ള മീനിങ് ആണ് പതാ ചലന എന്ന് പറഞ്ഞാൽ. മേ പതാ ചല, മുജെ പതാ നഹി ചല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇവിടെ മുജെ പതാ ചല, ഞാൻ എപ്പോൾ അറിഞ്ഞോ. ജബ്സെ എന്തറിഞ്ഞു? കി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ്, അതായത്. വേ അവർ, ബഹുത്ത് രോ രഹി ഹെ, അവർ കുറേ കരഞ്ഞു. മാതാജി, അമ്മ കുറേ കരഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ. ജബ് സെ മുജെ പതാ ചലാ കി വേ ബഹുത്ത് രോ രഹി ഹെ, അവർ കുറേ കരഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ. മേ സ്വയം ബി, എനിക്ക് സ്വന്തം എന്തായി? ബേച്ചേൻ ഹോ രഹാ ഹോ. ബേച്ചേൻ ഹോര, അത് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം റിലീഫ്ലെസ്സായി. ഞാൻ വളരെയധികം വിഷമം എനിക്കുമുണ്ടായി. എന്താണ് ബേച്ചേൻ്റെ മീനിങ്? റിലീഫ്ലെസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബേച്ചേൻ? റിലീഫ്ലെസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പരേഷാനി? ട്രബിൾ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് നുക്സാൻ? ലോസ്. घबराहट, ओके, इजाज़त, आदेश, मुलाकात, മീറ്റിംഗ്. വെരി ഗുഡ്. നമുക്കിനി ഒരു സെൻറ്റൻസ് കൂടി വായിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ഗബരാനേക്ക് കോയി ബാത്ത് നഹി. അപ്പം പിന്നീട് ഈ കത്തിൻ്റെ ഈ സെൻറ്റൻസിൽ ഭഗത് സിംഗ് പറയാണ് ഗബരാനേക്ക് കോയി ബാത്ത് നഹി. എന്താണ്? വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല.
ഗബ്രാഹട്ട് നേരത്തെ പറഞ്ഞ നെർവസ് അല്ലേ? ഗബ്രാഹട്ട്, വാട്ട് ഇസ് മീനിങ് ഓഫ് ഗബ്രാഹട്ട്? നെർവസ്നെസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഗബരാനേക്ക് കോയി ബാത്ത് നഹീ, വിഷമിക്കേണ്ട, നെർവസ് ആവേണ്ട ഒരു കാര്യവുമില്ല. ഫിർ ഇസ്സെ കുച്ച് മിൽത്താ ബി നഹി, ഫിർ എന്നിട്ടോ, ഇസ്സെ ഇതുകൊണ്ട് എന്താണ്, കുച്ച് മിൽത്താ ബി നഹി ഒന്നും കിട്ടൂല. യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ് ബൈ നെർവസ്നെസ്, റൈറ്റ്? നെർവസ് ആയതുകൊണ്ട് എന്തെങ്കിലും കിട്ടും നമുക്ക്? ഇല്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗബ്രാനേക്ക് കോയി ബാത്ത് നഹി ഫിർ ഇസ്സെ കുച്ച് മിൽത്താ ബി നഹി. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വായിക്കാം, ഒന്ന് വായിച്ചു നോക്കൂ. पत्र भगत सिंह का, सेंट्रल जेल लाहौर, 3 मार्च 1931। प्रे भाई कुलबीर सिंह जी, मुझे यह जानकर दुख हुआ कि एक दिन तुम माम जी को साथ लेकर आई और मुलाकात का आदेश नहीं मिलने से निराश होकर वापस लौट गई. ഇവിടെ ലേക്കർ ആയി എന്നല്ല, ലേക്കർ ആയേ. ഓക്കെ, ശരി. तुम्हें तो पता चल चुका था कि जेल में मुलाकात की इजाज़त नहीं देते. ഓക്കെ, ഇവിടെ ആദേശ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മീനിങ്? ഓർഡർ. ഇജാസത്ത് परमिशन. ओके. फिर मामजी को साथ क्यों लाई? मैं जानता हूँ कि इस समय वे बहुत घबराई हुई है, लेकिन इस घबराहट और परेशानी का क्या फ़ायदा? नुकसान ज़रूर है, क्योंकि जब से मुझे पता चला कि वे बहुत रो रही है. ഇവിടെ എന്തുകൊണ്ടാണ് രോ രഹി ഹെ എന്ന് പറയാൻ കാരണം? ഇത് സ്ത്രീലിംഗാണ് കേട്ടോ, വേ മാതാജി, അതുകൊണ്ടാണ്. मैं सोई भी बेचैन हो रहा हूँ, घबराने की कोई बात नहीं, फिर इससे कुछ मिलता भी नहीं. ഓക്കെ, ഇതിനടുത്ത പാരഗ്രാഫ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.